ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 29-ാം അധ്യായം 17-ാമത്തെ വചനം. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന ദൈവം. പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും മനുഷ്യർക്ക് അത് മനസ്സിലാകണമെന്നില്ല. നാം മനുഷ്യരുടെ മുമ്പാകെ വളരെ ഭക്തിയുള്ളവരായി, ഭയമുള്ളവരായി ഒക്കെ ജീവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയ പരമാർത്ഥത തിരിച്ചറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും പരിപൂർണമായി മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ആകയാൽ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥത മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ചത്. ദാവീദിനെ പോലെ നമുക്കും ദൈവത്തിന് മുമ്പാകെ ഇപ്രകാരം പറയാം: ദൈവമേ, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന ദൈവമാണെന്നുള്ളത് എന്നെയും ബോധ്യമാക്കിയത് കൊണ്ട് നന്ദി എന്ന് മാത്രം നമുക്ക് ദൈവത്തോട് പറയാം.